Hi all, welcome to our YouTube channel. ഈ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 12 കൊമേഴ്സ് സ്ട്രീമിലെ ഒരു സബ്ജക്റ്റായ ബിസിനസ് സ്റ്റഡീസിനെ പറ്റിയിട്ടാണ്. മെയിൻലി ബിസിനസ് സ്റ്റഡീസിലെ രണ്ട് ടെക്സ്റ്റ് ബുക്കാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് മോഡ്യൂൾ, അതായത് ഓവറോൾ നോക്കുമ്പോൾ 9th ചാപ്റ്ററാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാപ്റ്റർ 9, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിൽ മെയിൻലി 4 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്: ബിസിനസ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. സോ over to the topic. So what is business finance? It is considered to be the lifeblood of business. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ അത് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ട ഒരു വൈറ്റലും എന്നാൽ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ബിസിനസ് ഫിനാൻസ് അഥവാ ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പോൾ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് ആവാം? അതായത് ഇപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യാനാവട്ടെ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനാവട്ടെ, ഈവൻ ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്, അതായത് ഡേ ബൈ ഡേ നടക്കുന്ന ചെറിയ ട്രാൻസാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഏതൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസിനെയാണ് നമ്മളിവിടെ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ ആൻഡ് സൈസ്, അതായത് ഇപ്പോൾ ഏത് നേച്ചറിലുള്ള അല്ലെങ്കിൽ ഏതൊരു സൈസിലുള്ള ഒരു ബിസിനസ് ആയാലും, it can be sole proprietorship, partnership, joint Hindu family or Hindu undivided family, joint stock company or a cooperative society. ഏതൊരു ടൈപ്പ് ഓർഗനൈസേഷൻ ആയാലും വേണ്ട ഒരു വൈറ്റൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ബിസിനസ് ഫിനാൻസ്. ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് റേസിംഗ് ഓഫ് ഫണ്ട് അറ്റ് റൈറ്റ് ടൈം ആൻഡ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി ഫ്രം റൈറ്റ് സോഴ്സ് അറ്റ് ലോ കോസ്റ്റ്, അതായത് കുറഞ്ഞ കോസ്റ്റിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് വേണ്ട സമയത്ത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഫ്രം റൈറ്റ് സോഴ്സ്, അതായത് കറക്റ്റ് സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് അതിലാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ ആ ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ഓപ്പറേഷൻ ആവട്ടെ, അതുപോലെ തന്നെ സർവൈവലായാലും ഗ്രോത്തിനായാലും എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട് അഥവാ ഫിനാൻസ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ ഓർഗനൈസേഷൻ സർവൈവലായാലും ഗ്രോത്ത് ആയാലും സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയാലും ഉണ്ടാകത്തുള്ളൂ. Next is financial management. As the name says, it is the management of financial resources. Finance is a scarce resource, so it must be procured and used in an optimum manner. That is, raising a fund costs some cost to the business, so it should be carefully managed. Financial management is the duty of a financial manager. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് റേസ് ചെയ്യുന്നത് മാത്രമല്ല, ആൻഡ് ഓൾസോ ഇറ്റ്സ് യൂസേജ്, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി സ്കേഴ്സ് റിസോഴ്സ്. ദാറ്റ് മീൻസ് എ ഫിനാൻഷ്യൽ മാനേജർ മസ്റ്റ് ഐഡന്റിഫൈ ഡിഫറെൻറ്റ് അവൈലബിൾ സോഴ്സസ്. ഇവിടെ ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് സോഴ്സസ്? ഒന്ന് ഓൺഡ് ഫണ്ടും പിന്നെ ഒന്ന് ബോറോഡ് ഫണ്ടും. ഓൺഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും റേസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിന്നും ഇക്വിറ്റി ഷെയർസ് നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ഓൺഡ് ഫണ്ട് എന്നും, മറ്റ് ബോറോഡ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ബോൺസിൽ നിന്നും ഡിബഞ്ചേഴ്സിൽ നിന്നും ഓർ ലോങ് ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് ലോങ് ടേം ലോൺസിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് കാറ്റഗറി, അതായത് ഇതിൽ ഏത് സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്താലും ഇവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കണം അല്ലേ. റിട്ടേൺ ഏതൊക്കെ ഫോമിലാണ്? ഇപ്പോൾ
ഓണേഴ്സ് അഥവാ ഓൺഡ് ഫണ്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡും, അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് എന്ന് പറയുന്നത് ഡിവിഡൻഡും, എന്നാൽ ബോറോഡ് ഫണ്ടിന് കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റുമാണ്. സോ അപ്പോൾ ഫിനാൻഷ്യൽ മാനേജർ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്തൊക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അവരിലുള്ള റിസ്ക്കും കോസ്റ്റും കമ്പയർ ചെയ്യണം. ഇതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റും ലെസ് റിസ്കി ആയിട്ടുള്ള ഒരു സോഴ്സ് വേണം ഫിനാൻഷ്യൽ മാനേജർ സെലക്ട് ചെയ്യാനായിട്ട്. ഈ റേസ് ചെയ്ത ഫണ്ട്, അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും, അതായത് ഏത് സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്താലും ഈ റേസ് ചെയ്ത ഫണ്ട്, അതായത് ഈ ഡിഫറെന്റ് സോഴ്സ് ഉണ്ടല്ലോ, അതായത് ഇതിൽ ഏത് ടൈപ്പ് സോഴ്സ് ആയാലും, അതായത് ഓൺഡ് ഫണ്ടായാലും ബോറോഡ് ഫണ്ടായാലും അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ റിട്ടേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റേസ് ചെയ്ത ഫിനാൻഷ്യൽ റിസോഴ്സസ് വൈസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് കോസ്റ്റിനേക്കാളും റിട്ടേൺ ഏൺ ചെയ്ത് തരുന്ന ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റിന്റെ ഒരു പാർട്ടാണല്ലോ നമ്മൾ ഡിവിഡൻഡ് ആയിട്ടും അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തിരിച്ച് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അഥവാ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. സോ ഒരു ബിസിനസിന്റെ സർവൈവൽ അല്ലെങ്കിൽ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അനുസരിച്ചിരിക്കും. Next is importance of financial management. Nowadays, the scope or importance on the application of financial management is increasing day by day. ഇതിപ്പോൾ സൈസിൻ്റെ ആസ്പെക്റ്റിലായാലും നേച്ചറിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞു ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയാലും, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയാലും ഒരു ട്രേഡിംഗ് യൂണിറ്റ് ആയാലും ശരി, ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും അവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുവാണെങ്കിൽ, അതായത് അന്ന് അല്ലെങ്കിൽ ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് റേസ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ കറൻ്റ്ലി അങ്ങനെയല്ല. അല്ലെങ്കിൽ മോഡേൺ കോൺസെപ്റ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഫണ്ട് റേസിങ്ങിനെ കുറിച്ച് മാത്രമല്ല, എന്നാൽ സെലക്ടിങ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ വിച്ച് ഏൺസ് മോർ റിട്ടേൺ അറ്റ് ലോ കോസ്റ്റ് ആൻഡ് റിസ്ക്. മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്? പ്രൊക്യൂർമെന്റ് മാത്രമല്ല, പ്രൊക്യൂർമെന്റ് ഉണ്ട്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരെ ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനുള്ളിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ എങ്ങനെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ സെലക്ട് ചെയ്യുന്നത്? വിച്ച് ഏൺസ് മോർ റിട്ടേൺ അറ്റ് ലോ കോസ്റ്റ് ആൻഡ് റിസ്ക്. കുറച്ച് റിസ്ക്കും ലോ കോസ്റ്റിലും റിട്ടേൺ കിട്ടുന്ന അവന്യൂ വേണം സെലക്ട് ചെയ്യാനായിട്ട്. സോ ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിൻലി കുറച്ച് ഇവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതായത് മെയിൻലി എന്തിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ബിസിനസ് യൂണിറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസിങ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 15 crores ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി പ്രൊഡക്ഷൻ പർപ്പസിനായിട്ട് പർച്ചേസ് ചെയ്തു. സോ അവിടെ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിന്റെ സൈസും കോമ്പോസിഷനും ഇപ്പൊ നിലവിലുള്ള ഫിക്സഡ് ക്യാപിറ്റൽ ബ്ലോക്കിൽ അവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. സോ ഇൻഷുറൻസ് എടുക്കണം, അങ്ങനെ ഒരുപാട് ചിലവുകൾ
ആ ഇപ്പം വാങ്ങിയ ആ ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ആ മെഷീനറിയും ബേസ് ചെയ്ത് വരും. സോ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ അവിടെ ഒരു കറണ്ട് അസറ്റിൻ്റെ അല്ലെങ്കിൽ അവിടെ ഒരു കറണ്ട് അസറ്റിൻ്റെയും റിക്വയർമെൻറ്റ് കൂടുകയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ രണ്ട് ഐറ്റംസ് ആണ് അഫക്റ്റ് ചെയ്യുന്നത് ഇൻ ദ ബേസിസ് ഓഫ് കറണ്ട് അസറ്റ്. One is credit policy and second one is inventory management decision. അതായത് ഇപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, രണ്ടാമത്തെ ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ബിസിനസിൻ്റെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ്. പിന്നെ വരുന്നത് ഇൻവെൻട്രി, പിന്നെ വരുന്നത് റെസീവബിൾസ്. റെസീവബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഡെറ്റേഴ്സും വരാം, പിന്നെ അത് വരാം ബിൽസ് റെസീവബിൾസും വരാം അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്ന കുറച്ച് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇൻവെൻട്രീനെയും റിസീവബിൾസിനെയും കുറിച്ചാണ്. സോ ഒരു ഓർഗനൈസേഷനിൽ എത്രമാത്രം ഇൻവെൻട്രി അതായത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര എമൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇൻവെൻട്രി മാനേജ്മെന്റ് ഡിസിഷനിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ്ലി അബൌട്ട് റിസീവബിൾസ്, എത്ര ഡെറ്റേഴ്സ് വേണം, എത്ര ബിൽസ് റിസീവബിൾ, അതിൻ്റെ എമൗണ്ട് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ് റിസീവബിൾസിനെ കുറിച്ച് പറയുന്നത് അഥവാ ക്രെഡിറ്റ് പോളിസിയിൽ പറയുന്നത്. സോ ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ കറണ്ട് അസറ്റിനെ അഫക്ട് ചെയ്യുന്ന, അതായത് കറണ്ട് അസറ്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അഫക്ട് ചെയ്യുന്ന രണ്ട് ആസ്പെക്ട്സ് ആണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഫിനാൻഷ്യൽ മാനേജർ ഹാസ് ദ ഡ്യൂട്ടി or he has to decide upon the proportion of long term and short term funds. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ ഷോർട്ട് ടേം ലോങ് ടേം ഫണ്ട്സിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജറാണ്. സോ ഓർഗനൈസേഷന് മോർ ലിക്വിഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ we have to raise more amount on long term assets. So ഫിനാൻഷ്യൽ മാനേജറാണ് ലോങ് ടേമിന്റെയും ഷോർട്ട് ടേമിന്റെയും ഒക്കെ ആ ഒരു പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൺസിഡർ ദ ചോയ്സ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സോ ഇതിന്റെ പ്രൊപ്പോർഷനും റേഷ്യോ ഒക്കെ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏത് എങ്ങനെ വേണം എന്നൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജറാണ്. നെക്സ്റ്റ് ഈസ് ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ് ഇൻടു ഡെറ്റ്. ഇവിടെ പറയുന്നത് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിന്റെ പ്രൊപ്പോർഷനാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സോഴ്സ് ഓഫ് ഫണ്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഓണേഴ്സ് ഫണ്ടും പിന്നെ ഒന്ന് ഡെറ്റ് ഫണ്ടും അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട്. അതിന്റെ വേറെ രണ്ട് പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസ് എന്ന്. ഡെറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ബോറോഡ് ഫണ്ടാണ്, അതായത് ത്രൂ ലോൺസ്, ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഈ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലൂടെയൊക്കെ ഫിനാൻസ് റേസ് ചെയ്യുന്നതിനാണ് ഡെറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അവരിൽ നിന്ന് റേസ് ചെയ്യുന്ന ഫണ്ട്, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്, റിസർവ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ മാനേജറാണ്. ഡെറ്റ് ഫിനാൻസ് കൂടുതൽ വേണോ, ഇക്വിറ്റി ഫിനാൻസ് കൂടുതൽ വേണോ, ഏതിൽ നിന്നാണ് മെജോറിറ്റി ഫിനാൻസ് എവിടെ നിന്ന് റേസ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്, അതിന്റെ കോസ്റ്റും റിട്ടേണും അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ മാനേജറാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐറ്റംസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി അഫക്റ്റഡ്. നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് 11 പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൽ ഐറ്റംസ് എന്താണ്, പ്രൊഫോമ, അതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മാനേജർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും ഇവിടെ അഫക്റ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജർ ഓൺ ദ ഫണ്ടാണ് കൂടുതലും യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിലൂടെയാണ് കൂടുതലും ഫണ്ട് റേസ് ചെയ്തതെന്ന് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ മേജർ പാർട്ടും ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ
ഓണേഴ്സിന് കൊടുക്കേണ്ടി വരും. അല്ല, ഇപ്പോൾ ബോറോഡ് ഫണ്ടാണ് ത്രൂ ഡിബഞ്ചർ, ബോണ്ട് ഓർ ലോൺ, ഇതിലൂടെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തേണ്ടി വരും. സോ ഇതിൽ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ മാനേജറാണ്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ട്രഡീഷണൽ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ അന്നൊക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള മോട്ടീവിലൂടെ ആണല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായാലും റൺ ചെയ്യുന്നതായാലും. അവിടെ സർവൈവൽ അല്ലെങ്കിൽ ഗ്രോത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡേൺ കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓണേഴ്സിന്റെ റിട്ടേൺ എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ഏണിംഗ് മാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട റിട്ടേൺ എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So, according to Solomon Astra, the ultimate goal of financial management is wealth maximization of the owners. ഇവിടെ സോളമൻ എസ്ട്രയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ തന്നെയാണ്. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. സോ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഷെയറിലൂടെ ആണല്ലോ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. സോ അവർക്ക് ഒരു റീസണബിൾ ഡിവിഡൻഡ് കൊടുത്തു തന്നെയാണ്. അതൊരു ഓർഗനൈസേഷന്റെ ഒബ്ലിഗേഷനാണ് തിരിച്ച് റീസണബിൾ പേയ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യുക എന്നുള്ളത്. സോ അത് മാക്സിമൈസ് ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് റേസ് ചെയ്യാൻ അല്ല അവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് എങ്ങനെ റേസ് ചെയ്യുന്നത്? ത്രൂ പ്രോഫിറ്റ്. സോ ഒരു ഓർഗനൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആണല്ലോ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. സോ അക്കോർഡിംഗ് ടു മോഡേൺ അപ്രോച്ച്, both profit maximization and wealth maximization are the objectives of financial management. Next is financial decision. Financial decision means planning, organizing, directing and controlling financial activities. അതായത് ഓൾറെഡി നിങ്ങൾ പാർട്ട് 1 ടെക്സ്റ്റിൽ 5 ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജീരിയൽ ഫങ്ഷൻസ് എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അത് പ്രൊക്യൂർ ചെയ്യണം, അതിനൊക്കെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ കൊണ്ട് ഇവിടെ പറയുന്നത്. അതായത് procurement and utilization of fund and distribution of earnings to owners. അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യണം, അതെങ്ങനെ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ അതിൽ നിന്നും എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യണം, എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. സോ മെയിൻലി 3 ഡിസിഷൻസ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷനിൽ വരുന്നത്. First one is investment decision, second is financing decision, and third one is dividend decision. So what is investment decision? As I told you earlier, resources of a firm are scarce. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ വോൺസ് അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ? നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് സോഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒപ്റ്റിമം കെയർ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഹൈ പോസിബിൾ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കാൻ കഴിയണം. സോ ഇതിനെയാണ് സിമ്പിൾ ടേംസിൽ പറയാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. മെയിൻലി 2 types of investment decisions ആണ് ഉള്ളത്. One is long term and second one is short term. Long term investment decision is also called capital budgeting decision. So എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ? അതായത്
ഫണ്ട് നമ്മൾ ലോങ് ടേം ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പർച്ചേസിംഗ് ഓഫ് ന്യൂ മെഷീനറി or acquiring a fixed asset or opening a new branch as a part of expansion. അതായത് ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ മെഷീനറിയോ പ്ലാന്റോ അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിലൂടെ എക്സ്പാൻഡ് ചെയ്യുക എന്നിവയൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലും കെയർഫുൾ ആയിട്ടും ചെയ്യേണ്ട ഒരു ഡിസിഷനാണ്. അല്ലെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്ത് കെയർഫുൾ സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലാൻഡാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ലാൻഡ് പർച്ചേസ് ചെയ്തു എന്നൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വന്നാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. പക്ഷെ പോസിബിൾ ആണ്, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഹെവി ലോസ് ഇൻകർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സോ വൺസ് ഡിസിഷൻ ഫോർ acquiring a permanent asset is taken, it becomes very difficult to reverse that decision. കറണ്ട് ഏർണിങ്സിന് മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, എന്നാൽ ഫ്യൂച്ചർ ഏർണിങ്സിനും അഫക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ദാറ്റ് ഈസ് ഇറ്റ്സ് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. നേരത്തെ പറഞ്ഞു ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. സോ അവിടെ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്കും ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ അൺസർട്ടൈനുമാണ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ഒരു റോങ് ഡിസിഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സിവിയർ ആയിട്ടുള്ള റിസ്ക്കും ഡാമേജും ബിസിനസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആ പേര് തന്നെ ഉണ്ട്. ഷോർട്ട് ടേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനാണ്, വിച്ച് മീൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ അഫക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇതെന്ന് പറയുമ്പോൾ മെയിൻലി എത്രമാത്രം ലിക്വിഡ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻവെന്ററി ലെവൽ എങ്ങനെയായിരിക്കണം, റിസീവേഴ്സ് എങ്ങനെയായിരിക്കണം എന്നതൊക്കെയാണ് ഇവിടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ എടുക്കുന്ന ഡിസിഷൻസ്. These decisions affect the day-to-day working of the business. These decisions also affect liquidity as well as profitability of the business. So, a good cash management, inventory management and receivable management are essential aspects for a sound working capital management. ഞാനിവിടെ ക്യാഷ് മാനേജ്മെന്റും ഇൻവെന്ററി മാനേജ്മെന്റും റിസീവബിൾ മാനേജ്മെന്റും എന്താണെന്ന് പറയാത്തത് ഞാൻ ഓൾറെഡി തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. So, factors affecting capital budgeting decision or long-term investment decision. One is cash flow of project. അപ്പോൾ ഓർഗനൈസേഷന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മനസ്സിലാക്കിയിട്ട് വേണം കെയർഫുള്ളി അനലൈസ് ചെയ്തിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഈസ് റേറ്റ് ഓഫ് റിട്ടേൺ. ഏത് ഇൻവെസ്റ്റിംഗ് അവന്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ബെസ്റ്റ് റേറ്റ് ഓഫ് ഔട്ട്കം കിട്ടും, അല്ലെങ്കിൽ ഏതിൽ നിന്നും ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും എന്ന് ഒരു കമ്പാരിസൺ നടത്തിയതിനു ശേഷം വേണം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഓരോ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ നിന്നും ഓരോന്നിൽ നിന്നും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയാണ് എന്നതിന്റെ ഓരോന്നിന്റെയും കാൽക്കുലേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ബിഫോർ സെലക്ടിങ് എ ഫീസിബിൾ ഓർ വയബിൾ പ്രപ്പോസൽ, the financial manager has to apply different capital budgeting techniques to evaluate the investment proposals. Next is financing decision. This decision is regarded with the quantity of finance to be raised from different long-term sources.
സോ ഇവിടെ ഷോർട്ട് ടേം സോഴ്സിനെ കുറിച്ച് പറയുന്നില്ല, ഇവിടെ ലോങ് ടേം സോഴ്സിനെ കുറിച്ചാണ് ഫിനാൻസിങ് ഡിസിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിൻലി രണ്ട് സോഴ്സാണുള്ളത്, ലോങ് ടേം സോഴ്സാണുള്ളത്. വൺ ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് റെഫേഴ്സ് ടു ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആൻഡ് റിസർവ്. എന്നാൽ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ബോണ്ട് ആൻഡ് ലോങ് ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഡിസിഷൻ തന്നെയാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണോ ബോറോഡ് ഫണ്ടാണോ, എങ്ങനെയാണ് അതിൻ്റെ പ്രപ്പോർഷൻ എന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്, അതാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മെജോറിറ്റിയും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്തതെന്ന് ഒന്ന് അസ്യൂം ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ ആണല്ലോ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഏൺ ചെയ്താൽ മാത്രം ഷെയർ ഹോൾഡേഴ്സിന് ഓർഗനൈസേഷൻ അഥവാ ബിസിനസ് ഡിവിഡൻഡ് കൊടുത്താൽ മതി. എന്നാൽ ഡെറ്റ് ഫിനാൻസ് അല്ലേ അഥവാ ബോറോഡ് ഫണ്ടിന്റെ കേസിൽ അങ്ങനെയല്ല. പ്രോഫിറ്റ് ഏൺ ചെയ്തോ ഇല്ലോ എന്നുള്ളത് അവരുടെ കൺസേൺ അല്ല. അവർ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടിലൂടെ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ് ദേ വിൽ ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. സോ ആ ഇൻട്രസ്റ്റ് ആണല്ലോ അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഏൺ ചെയ്തോ ലോസ് ഇൻക്രീ ചെയ്തോ എന്നുള്ളത് ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ ഡെറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അവരുടെ കൺസേൺ അല്ല. പ്രോഫിറ്റ് ഏൺ ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് റീപേ ചെയ്യണം. സോ പ്രോഫിറ്റ് ഏൺ ചെയ്തില്ല, ലോസ് ആണ് ഉണ്ടായതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ആയത് കാരണം ഡീഫോൾട്ട് ആണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. സോ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ, അടുത്ത പ്രാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ ഈ ലോസിന്റെയും കൂടി ചേർത്ത് വേണം ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട്. ഡീഫോൾട്ട് പേയ്മെന്റിന് അവിടെ ഡെറ്റ് ഇൻകർ ആയിക്കൊണ്ടിരിക്കുകയാണ്. They have to repay the interest and the default in payment increases the debt. On the other hand, shareholders fund involves no commitment. ഷെയർഹോൾഡേഴ്സിനവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല. പ്രോഫിറ്റ് ഏൺ ചെയ്താൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാം, ലോസ് ഇൻക്രീ ചെയ്താൽ അവർക്ക് അവിടെ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയില്ല. സോ ഷെയർ ഹോൾഡേഴ്സിന്റെ അവിടെ ഓർഗനൈസേഷൻ ഒരു കമ്മിറ്റ്മെന്റ് വരുന്നില്ല. സോ ദർ മസ്റ്റ് ബി ജുഡീഷ്യൽ മിക്സ് ഓഫ് ബോത്ത് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഈ ഡിസിഷനെയാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓരോ ഫിനാൻസ് റേസ് ചെയ്യുമ്പോഴും, അതായത് ഓരോ സോഴ്സിലുള്ള ഫിനാൻസിനും അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട്. സോ ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതാണോ ചീപ്പർ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലയബിലിറ്റി മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, കോസ്റ്റും കൺസിഡർ ചെയ്യണം. സോ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. Therefore, we can say that financing decision is concerned with decisions about how much and from which source capital comes and proportion in which the total capital is. So ഇതാണ് financing decision. Next is factors affecting financing decision. First one is cost. So എപ്പോഴും cheaper source നിന്നാണ് ഫിനാൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ is risk. ഏതൊരു സോഴ്സിനും റിസ്ക് ഉണ്ടാവും, കമ്പാരിറ്റീവ്ലി ലോവർ റിസ്ക് ഉള്ളതാണ് ചൂസ് ചെയ്യാനായിട്ട്. തേർഡ് വൺ ഈസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇപ്പോൾ പറഞ്ഞു ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെപ്പോഴും മാക്സിമം ചീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ കോസ്റ്റ് ഉള്ളത് നോക്കി വേണം അതിന് ആ സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഈസ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. എ സ്ട്രോങ്ങർ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോർമലി റെക്കമെൻഡ്സ് മോർ ഓഫ് ഡെറ്റ് ഫിനാൻസിങ്. സോ സ്ട്രോങ്ങർ ക്യാഷ് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫിനാൻസിങ് ആണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള സോഴ്സ്. പിന്നെ കൺട്രോൾ. ഇപ്പോൾ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന്റെ കയ്യിൽ കൺട്രോൾ വേണം എന്നുണ്ടെങ്കിൽ മോസ്റ്റ് റെക്കമെൻഡഡ് സോഴ്സ് എന്ന് പറയുന്നത് ഡെറ്റ് ആണ്. ബിക്കോസ് ഡെറ്റ് ഫിനാൻസിങ് ആണെങ്കിൽ അവിടെ കൺട്രോളിൽ അവർക്ക് കൺട്രോൾ ഡയലൂട്ട് ചെയ്ത് പോകുന്നില്ല. എന്നാൽ ഓണേഴ്സ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ മാക്സിമം
ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ് മാക്സിമം ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡൈലൂട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് സോഴ്സ് ഫണ്ട് വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇസ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണ് കൺസിഡർ ചെയ്യുക. ലൈക്ക് ബിൽഡിംഗ് റെന്റ്, ഇൻഷുറൻസ് പ്രീമിയം, സാലറീസ്, ഇതൊക്കെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് അല്ലേ, ഡീഫോൾട്ട് വരുത്താൻ പറ്റാത്ത പേയ്മെന്റ്സ് ആണ്. സോ ഇതൊക്കെ ഹൈ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഫീസിബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഓൺഡ് ഫണ്ടാണ്. ബിക്കോസ് ഇപ്പോൾ ഡെറ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിബഞ്ചർ ആണെങ്കിലും ബോണ്ട് ആണെങ്കിലും ലോൺ ആണെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പേയ്മെന്റ് ഉണ്ടല്ലേ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് പറയുമ്പോൾ ഡീഫോൾട്ട് വരുത്താൻ അതിലും പറ്റത്തില്ല. സോ അതും ഹൈ ആണെന്നുള്ള സിറ്റുവേഷനിൽ എല്ലാം കൂടി അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ബിസിനസ്സിന്. സോ ഓൺഡ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഡിവിഡൻഡ് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ ഉള്ളത് കാരണം മാക്സിമം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലുള്ള ബിസിനസ്സിന് ഏറ്റവും നല്ല സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഓൺഡ് ഫണ്ടാണ്. ഈ ഫാക്ടേഴ്സ് ഓഫ് അഫക്റ്റിംഗ് ഫിനാൻസിംഗ് ഡിസിഷനിലെ ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് റൈസിംഗ് മാർക്കറ്റ്, അതായത് മാർക്കറ്റിലെ ഷെയർസിനൊക്കെ നല്ല വാല്യൂ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവും. സോ ദേ വിൽ ബി റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ദി ബിസിനസ് ഓർ ഇൻ കമ്പനി. സോ ഇഫ് ദ മാർക്കറ്റ് ആർ ഫോളോയിങ്, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ലോസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഷെയർസിന്റെ വാല്യൂ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്രയാണ് ഫിനാൻസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. So next is dividend decision. What is a dividend? It is a part of a profit the company earns which is being distributed to shareholders. കമ്പനി ഫണ്ട് റേസ് ചെയ്യുകയാണ്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തു, അത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവനിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്തു. ആ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് അഥവാ ഒരു പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. ഈ റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മെയിൻലി ഈ പ്രോഫിറ്റ് രണ്ട് രീതിയിലാണ് ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് അഥവാ യൂട്ടിലൈസ് ചെയ്യുന്നത്. വൺ ഈസ് ബൈ പേയിങ് ഡിവിഡൻഡ് ടു ദെയർ ഷെയർ ഹോൾഡേഴ്സ്, രണ്ട് ബൈ റീറ്റെയിനിങ് ഇറ്റ് ഇൻ ദി ബിസിനസ് ഇറ്റ് സെൽഫ്. സോ എന്തിനാണ് റീറ്റെയിൻ ചെയ്യുന്നത്? ദ എമൗണ്ട് വിച്ച് ഈസ് ബീയിങ് റീറ്റെയിൻഡ് ഈസ് കോൾഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് ഓർഗനൈസേഷന് തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഫണ്ടിനെയാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് അഥവാ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് റീറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലെ ബിസിനസ് യൂസിന്, അതായത് ഇറ്റ് മേ ബി എ കണ്ടിജൻസി ഓർ ഫോർ എ എക്സ്പാൻഷൻ, ഓർഗനൈസേഷന്റെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞു ബിസിനസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു എമർജൻസി അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി വരുമെന്ന് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ. സോ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു മുൻകരുതലാണ് ഈ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അഥവാ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? ഞാൻ പറഞ്ഞപ്പോൾ പ്രോഫിറ്റ് ഒരു പോർഷനാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്, വീണ്ടും ഒരു പോർഷനാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മാറ്റി വയ്ക്കുന്നതെന്ന് പറഞ്ഞു. സോ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഏൺ ചെയ്ത പ്രോഫിറ്റിന്റെ എത്ര പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര പോർഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് ഓർഗനൈസേഷൻ തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കണം. ഈ ഒരു പ്രപ്പോർഷന്റെ ഡിസിഷൻ ടേക്കിങ്ങിനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ ഇന്ന് ഒരു പ്രോഫിറ്റ് ഫുള്ളി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ സർവൈവലും കൂടെ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓർഗനൈസേഷനിൽ മാറ്റി വയ്ക്കേണ്ടത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. എന്നാൽ ഓർഗനൈസേഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ
ഇഗ്നോർ ചെയ്യാനും പറ്റത്തില്ല. അവർക്ക് കിട്ടേണ്ട റീസണബിൾ ഡിവിഡൻഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ആൻ എസെൻഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് വൈറ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ ഇവർ രണ്ടും ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഡിവിഡൻഡും റിട്ടേൺ ഏർണിങ്സ്. സോ ഇതിന്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ എടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷന്റെ ഡിസിഷനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതിന്റെ ഫാക്ടേഴ്സ്, അതായത് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മെയിൻലി രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്, അതായത് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇന്റേണൽ ഫാക്ടേഴ്സ് മീൻസ് ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ വിത്തിൻ ദി കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ കൺട്രോളിൽ വരുന്ന ഏതാനും കുറച്ച് ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഉള്ളിലുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. Some examples of internal factors are magnitude and trend of earnings, desire of shareholders, nature of industry, liquidity, financial requirement of the company. ഇതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അങ്ങനെയല്ല. ഓർഗനൈസേഷന്റെ കൺട്രോളിന് പുറത്ത്, ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Like legal restrictions, tax policies, state of the economy, state of the capital market, etc. Next topic is financial planning. What is planning? Managerial function le first one ആണ് planning. Planning, organizing, staffing, directing and controlling. ഈ 5 managerial functions le first one ആണ് planning. Planning means deciding in advance. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റിനെ കുറിച്ച് നേരത്തെ ഒരു അനാലിസിസ് നടത്തി എന്താണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടിജൻസീസ് വരുവാണെങ്കിൽ അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സോ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഐഡിയ ബ്ലൂ പ്രിന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇതേ കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ വേണം അതിൻ്റെ ഓപ്പറേഷൻസ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഐഡിയ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ഓർഗനൈസേഷന്റെ ലൈഫ് ടൈമിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസും ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ബിക്കോസ് ഞാൻ ആദ്യം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഫിനാൻസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഓർഗനൈസേഷന്റെ എല്ലാ സ്റ്റേജിലും വേണ്ട ഒന്നാണ്. സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ സ്റ്റേജിലായിക്കോട്ടെ, ഈവൻ ഫോർ എക്സ്പാൻഷൻ, സർവൈവൽ ആയാലും ഗ്രോത്ത് ആയാലും എല്ലാ സ്റ്റേജിലും വേണ്ട ഒരു റിസോഴ്സാണ് ഫിനാൻസ്. സോ അത് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് വേണം. സോ അതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ ആൻഡ് സൈസ്, ഈവൻ ഫോർ എ MSME ഓർ ഫോർ എ സ്മോൾ ഓർഗനൈസേഷൻ ടു എ ലാർജ് കോർപ്പറേറ്റ് കമ്പനി, അത് ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ആയാലും, ഒരു കുഞ്ഞു ഒരു ബിസിനസ് ആയാൽ കൂടി, ഓർ ഫോർ എ മൾട്ടിനാഷണൽ കമ്പനീസ്, ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സെക്യൂർ ആയി ഇരിക്കത്തുള്ളൂ. So, financial planning is the function or the duty of a financial manager. Next is steps in financial planning. First one is determination of financial objective. ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. വെദർ ഇറ്റ് ഈസ് എ ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ മനസ്സിലാക്കുക, അത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഈസ് ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസി. വൺസ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഇസ് ഡിറ്റർമൈൻഡ്, രണ്ടാമത് അതിനനുസരിച്ചുള്ള ഫോർമുലേഷനാണ്. അതായത് എത്ര ക്വാണ്ടിറ്റി ഫണ്ട് വേണം, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ എങ്ങനെ ആവണം,
ചോയ്സസ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നൊക്കെ ആവണം, ഫണ്ട് അലോക്കേഷൻ, ഈ റേസ് ചെയ്ത ഫണ്ട് എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യണം, പിന്നെ ക്രെഡിറ്റ് ആൻഡ് കളക്ഷൻ ആക്ടിവിറ്റീസ്, അതിന് പിന്നെ അലോക്കേഷൻ ഓഫ് ഇൻകം, ഇങ്ങനെ ഇതിനൊക്കെ കുറിച്ച് നടത്തുന്ന ഒരു ഫോർമുലേഷൻ, ഇതിനെയാണ് ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ് എന്ന് പറയുന്നത്. ഇത്രയും ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് ഫേംസ് റവന്യൂ, എക്സ്പെൻസ് ആൻഡ് നീഡ് ഫോർ ഫണ്ട്. വൺസ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്തു, ഫിനാൻഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് പാസ്റ്റ് ഫിനാൻഷ്യൽ ഡേറ്റ വെച്ച് കമ്പയർ ചെയ്ത ശേഷം ഫേമിന്റെ റവന്യൂ എങ്ങനെയായിരിക്കും, എക്സ്പെൻസ് എത്രമാത്രം കാണും, ഫണ്ടിന്റെ നീഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നതിനൊക്കെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്തതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് ഫേംസ് റവന്യൂ, എക്സ്പെൻസ് ആൻഡ് നീഡ് ഫോർ ഫണ്ട്സ്. The fourth point is procedures and programs, which means the financial manager has to develop financial procedures and programs because the organization aims at attainment of objectives by optimum utilization of scarce resources. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റേസ് ചെയ്ത ഫണ്ട് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം, because the resources are scarce in nature or it is limited. And the final step is reviewing financial plan. ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാൻ എല്ലാം ചെയ്തു, അഡോപ്റ്റ് ചെയ്തു, ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടിജൻസീസ് വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചിങ് കണ്ടീഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് റിവ്യൂയിങ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന ഫൈനൽ സ്റ്റെപ്പിൽ പറയുന്നത്. And at last, objectives of financial planning. First objective is to make sure adequate funds are available at right time. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആദ്യം പറഞ്ഞു, ഇറ്റ് ഈസ് പ്ലാനിങ് ഇൻ അഡ്വാൻസ് അല്ലേ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഫണ്ട് അവൈലബിൾ ആണ്, റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റി, അതും ഫ്രം റൈറ്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് അവൈലബിൾ ആണ് എന്ന് എൻഷുർ ചെയ്യുക, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. പിന്നെ ടു സീ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആർ മിനിമൈസ്ഡ് ത്രൂ പ്രോപ്പർ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. സോ പ്രോപ്പർ ഫിനാൻസിങ് മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഫിനാൻസിങ് മിക്സിൽ കോസ്റ്റ് ഓഫ് ഫണ്ട് മിനിമം ആണ് എന്ന് എൻഷുർ ചെയ്യാം. മൂന്നാമത് ടു എൻഷുർ എഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ യൂസ് ഓഫ് അവൈലബിൾ ഫണ്ട്. ലിമിറ്റഡ് അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ അവന്യൂയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് എൻഷുർ ചെയ്യാം. 4. To ensure proper control over financial activity through effective policy, programs and procedures. ഇൻവെസ്റ്റ് ചെയ്ത ഫിനാൻസിൽ എടുത്തും ഒരു കൺട്രോൾ വേണം. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസിയും പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. A well-prepared financial plan is necessary for the success of any business organization. It is not only for the present but also for the future development. ഒരു ഓർഗനൈസേഷൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചറും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. And the importance are, first one, adequate funds are ensured for business activity. ബിസിനസ് ആക്ടിവിറ്റിയുടെ adequate funds അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യാൻ. പിന്നെ ഓർഗനൈസേഷനിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ബാലൻസ്ഡ് ആണെന്ന് എൻഷുർ ചെയ്യുക. It reduces the element of uncertainty in financial and investment decision. Now, the future is always unpredictable or uncertain. So, uncertain ആയിട്ടുള്ള ഫ്യൂച്ചറിൽ പെട്ടെന്നൊരു കണ്ടിജൻസി വന്നാൽ അത് മീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം ഓർഗനൈസേഷൻ. സോ അതിന് വേണ്ടിയിട്ടാണ്
ഫിനാൻഷ്യൽ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് അമംഗ് സപ്ലൈസ് ഓഫ് ഫിനാൻസ്. എ വെൽ പ്രിപ്പയർഡ് ഫിനാൻഷ്യൽ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫിനാൻസിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺഫിഡൻ്റ് ആയിട്ട് ഫിനാൻസ് സപ്ലൈ ചെയ്യും. സോ അതിലൂടെ ഡെറ്റ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. Next is, it points out the surplus of fund that can be invested profitably for the expansion of business. ഒരു വെൽ പ്രിപ്പയർഡ് ഫിനാൻഷ്യൽ പ്ലാൻ ആണെങ്കിൽ ഓർഗനൈസേഷനിൽ എത്ര ഫണ്ട് ഉണ്ട്, എങ്ങനെയൊക്കെ റേസ് ചെയ്തു, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തു, കയ്യിലിപ്പോൾ എത്ര സർപ്ലസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഏതൊക്കെ പ്രോഫിറ്റബിൾ അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലൂടെ ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. Next is, it seeks to minimize the impact of adverse market condition on the profitability of the firm. നേരത്തെ പറഞ്ഞു പ്ലാനിങ് നടത്തുന്നത് തന്നെ ഫ്യൂച്ചറിലെ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാനായിട്ടാണല്ലേ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്തൊരു അഡ്വേഴ്സ് ഇമ്പാക്റ്റോ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. It helps to lower the cost of operation and conserve scarce capital resources. ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിസോഴ്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ലോവർ കോസ്റ്റുള്ള ഫിനാൻഷ്യൽ സോഴ്സസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലൂടെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും. Next is, it helps in the process of financial control. ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ പോളിസീസും പ്രൊസീജിയേഴ്സിലൂടെ ഫിനാൻഷ്യലിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഫോർ മോർ ഡീറ്റെയിൽസ്, please do check the description box.